ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം തുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. യുദ്ധം ഇറാനെതിരെയായിരുന്നുവെങ്കിലും ഇസ്രായേൽ ലെബനനെയും ആക്രമിച്ചു. ഹിസ്ബുള്ള പോരാളികളെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയുമ്പോഴും സാധാരണക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ലെബനനിലെ യുദ്ധതന്ത്രങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഭിന്നതകൾ രൂക്ഷമാണ് എന്ന രീതിയിലാണ്. പുറമെ ഉന്നത US ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട ഇസ്രായേലിന്റെ മൊസാദ് നിരീക്ഷണം ശക്തമാക്കിയേക്കാമെന്ന ആശങ്ക പെന്റഗൺ ഉയർത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഒരു വശത്ത് ഒരുമിച്ച് നിൽക്കുന്നവർ തമ്മിൽ അവിശ്വാസമുണ്ടായാൽ അത് യുദ്ധത്തെ എത്തരത്തിൽ ബാധിക്കും? ഇവിടെ വരുന്ന ചോദ്യം, ഈസ് ദർ എ ഡിവിഷൻ ഇൻ ദ റാങ്ക്സ്? അമേരിക്കയും ഇസ്രയേലും ഒറ്റക്കെട്ടാണ്. എപ്പോഴും എക്കാലത്തും അങ്ങനെ ആയിരുന്നു. ഏതെങ്കിലും കാരണത്താൽ ട്രംപിൻ്റെ തന്നെ കടമ്പിടുത്തം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കാട്ടുന്ന ചില താൻപോരിമ അല്ലെങ്കിൽ അമേരിക്കൻ സ്കീമിനും ഉപരിയായി ചില സ്വാർത്ഥ അജണ്ടകളുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളൽ വീഴുന്നുണ്ടോ? അത് ഈ യുദ്ധത്തിൻ്റെ ഔട്ട്കമിനെ എങ്ങനെ ബാധിക്കും? ഇത് മനസ്സിലാക്കണമെങ്കിൽ 4 തലങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം കൂടി മനസ്സിലാക്കണം. അതിന് പിന്നിലെ ഉദ്ദേശങ്ങളും മനസ്സിലാക്കണം. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലാവില്ല. അത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 4 തലങ്ങളിലാണ് യുദ്ധം. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എഗൻസ്റ്റ് ഹൂത്തീസ്, അതിങ്ങനെ മാറിക്കിടക്കുകയാണ്, യമനാണ്. ഇസ്രായേൽ എഗൻസ്റ്റ് ലെബനൻ, ഇസ്രായേൽ എഗൻസ്റ്റ് ഹമാസ് ഇൻ ഗാസ. സെയിം ടൈം അമേരിക്ക ഇറാൻ യുദ്ധത്തിൻ്റെ മൂലകാരണം ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ്. സോ വാട്ട് ഈസ് ദ കോമൺ പോയിന്റ്? വൺ കോമൺ ഫാക്ടർ ഈസ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ സുരക്ഷാ പാരഡൈം. ഇസ്രായേലിൻ്റെ സുരക്ഷാ പാരഡൈമിൽ നിന്നുകൊണ്ടാണ് എല്ലാ സംഘർഷവും ഉണ്ടായത്. നോക്കൂ, സംഘർഷം ഉണ്ടാകാനുള്ള മുഖ്യ കാരണം ഇസ്രായേലി പെർസെപ്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി പെർസെപ്ഷനാണ്. ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നതോ 10-ലധികം രാജ്യങ്ങൾ. ഈ പറഞ്ഞ രാജ്യങ്ങളെ മാറ്റി നിർത്തി നോക്കിയാൽ യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സായി മാറിയത് 6 GCC രാജ്യങ്ങൾ. സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും ബഹ്റൈനും UAEയും ഒമാനും എല്ലാം തന്നെ അതിൻ്റെ നേരിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സായി മാറുകയാണ്. ഇറാൻ ഇവരെല്ലാം ആക്രമിക്കുകയാണ്, ആക്രമിക്കേണ്ട അവസ്ഥയിലെത്തുകയാണ്. അമേരിക്കയാണ് കാരണമെന്ന് പറഞ്ഞാലും അമേരിക്ക ഒരു നിമിത്തമാകുന്നതേ ഉള്ളൂ. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം. ഇസ്രായേലിൻ്റെ സ്കീം ഓഫ് തിങ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നത് ഗൗരവമായി ചിന്തിക്കുക, ആത്മാർത്ഥമായി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നപരിഹാരം ആണ് നോക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, കൃത്യമായ അർത്ഥത്തിൽ സംഭവിക്കുന്നത്, അമേരിക്ക വിചാരിച്ചതുകൊണ്ട് നടപ്പില്ല. ഇസ്രായേൽ ചിന്തിക്കണം. അമേരിക്ക ഇനി പൂർണ്ണമായി യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയാൽ പോലും ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്യന്തികമായി അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ചേർത്ത് പിടിക്കേണ്ടി വരും എന്നതായിരുന്നു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായോ എന്നതാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായി എന്ന് ട്രംപിൻ്റെ ചില വാക്കുകൾ സൂചിപ്പിക്കുന്നു. അതാണ് ട്രംപ് പറഞ്ഞത്, മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു, യു ഹാവ് ക്രോസ്ഡ് സർട്ടൺ ലക്ഷ്മൺ രേഖാസ്. ഞങ്ങൾ വരച്ചിട്ട ചില ലക്ഷ്മണ രേഖകൾ, ചില നിയന്ത്രണങ്ങൾ താങ്കൾ മറികടക്കുന്നു. ഞങ്ങൾ യുദ്ധം ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് പിടിച്ചു കെട്ടാനും ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ലെബനനിലേക്ക് നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾ, നിങ്ങൾ ഹമാസിനെതിരെ എന്ന പേരിൽ ഗാസയിൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, തുടർന്നും നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, ആക്രമണങ്ങൾ, നിങ്ങളുടെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി ടുവേർഡ്സ് ദി വെസ്റ്റ് ബാങ്ക്, ഇതെല്ലാം തന്നെ അലോസരമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഒന്നടങ്ങൂ. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല എങ്കിൽ താങ്കളുടെ ജനത, അതായത് ഇസ്രായേലി ജനത തന്നെ അഴിമതി കേസിൽപ്പെടുത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരുപക്ഷെ പുറത്താക്കാനും, പുറത്താക്കിയാൽ അത്ര എളുപ്പമാവില്ല. അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിലോ
ഒരു പക്ഷേ നെതന്യാഹു താഴെ വീഴും. അന്വേഷണം ഇസ്രയേൽ എതിർക്കുന്നവരുണ്ടാകാം, ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം. വസ്തുതാപരമായി ഇസ്രയേലിനുള്ളിൽ ജനാധിപത്യമാണ്. അവർ നടന്ന പല കടന്നുകയറ്റങ്ങളും വളരെ ധിക്കാരപരമാണ്. പക്ഷേ ഇസ്രായേലിനുള്ളിലൊരു തിരുത്തൽ ശക്തിയുണ്ട്. പക്ഷേ ഇസ്രായേലിനുള്ളിലെ ഭൂരിപക്ഷ അഭിപ്രായം പലപ്പോഴും ഒരു ഹോക്കിഷ് നിലപാടാണ്. തീവ്ര റാഡിക്കൽ വലതുപക്ഷ സയനിസ്റ്റ് ഫോഴ്സിന് പ്രാധാന്യം ലഭിക്കുന്നു. അതനുസരിച്ചാണ് അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നതും യുദ്ധം മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, മിസ്റ്റർ നെതന്യാഹു, യു ആർ ക്രോസിംഗ് സ്ട്രെച്ചിങ് ലിമിറ്റ്. ഒരു 3 ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് ലെബനൻ കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടത് ഇസ്രയേലി ആക്രമണത്തിൽ. അതുപോലെ ഏതാനും ഈ ഹമാസിന് നേരെ നടന്ന ആക്രമണം എന്ന രൂപത്തിൽ ഗാസയിൽ 8 പേര് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. ഇതെല്ലാം കാട്ടുന്നത് വലിയ രീതിയിലുള്ള ഇസ്രയേലി അഗ്രഷൻ ഉണ്ട്. ഫലത്തിൽ പറഞ്ഞാൽ ഈ കരാർ, ഇപ്പോൾ ഇറാൻ പറയുന്നത് ലെബനനുമായി ഇസ്രയേൽ സന്ധി ചെയ്തൊരു കരാറിൽ ഏർപ്പെട്ടാൽ തങ്ങൾ പിന്മാറാൻ തയ്യാറാണ്. അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ നിന്നും തങ്ങൾ വെടിനിർത്തൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അത് ഭാഗികമായി ഇറാൻ തയ്യാറായതുമാണല്ലോ. എപ്പോഴെല്ലാം ഇറാൻ സംയമനം പാലിക്കുന്നുവോ, വെടിനിർത്തൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നുവോ, അപ്പോഴെല്ലാം തന്നെ ശക്തമായി ഇസ്രയേൽ ഏതെങ്കിലും രീതിയിൽ യുദ്ധം തുടരാനുള്ള സാഹചര്യം ഒരുക്കി വെക്കുന്നു. അത് അമേരിക്ക അതിശക്തമായി എതിർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റൊരു കാര്യമുള്ളത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനി ട്രംപായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഇറാനുമായി കരാറിലെത്തിയാൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയെ കാണാൻ താല്പര്യമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. ലോകത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരൂ എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതിനോട് പ്രതികരിച്ചത്. കരാർ പോലും യാഥാർത്ഥ്യമാകില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുമ്പോൾ എന്തിനാണ് ട്രംപ് ഇത്തരത്തിൽ പരിഹാസ്യനാകുന്നത്? ഇല്ലാത്ത കരാറിന്, ചുട്ടുവയ്ക്കാത്ത അപ്പത്തിന് എന്തിനവകാശികൾ? ട്രംപ് എല്ലാത്തിനും പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരാളാണ്. അത് നമ്മളാണ്. ഒരു അഭിനവ മമ്മൂഞ്ഞ്, 8 കാലി മമ്മൂഞ്ഞ്, അത് ആ രീതിയിലാണല്ലോ ഇപ്പോൾ ലോകം ട്രംപിനെ കാണുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് പിതൃത്വം താൻ പറഞ്ഞിട്ടാണ്. ഇനി നടക്കാൻ പോകുന്നതിൻ്റെ പിതൃത്വം, ഡീൽ വരാൻ പോകുന്നു, ഞാനാണ് സൃഷ്ടിക്കുന്നത്, ഞാൻ പറയുന്നതനുസരിച്ചാണ്, ഇന്നതായിരിക്കും അതിൻ്റെ പ്രൊവിഷൻ. ഏത് രാജ്യത്തിന് ഏത് തീരുമാനം നിർണായകമായി എടുക്കുമ്പോഴും അതാദ്യം അനൗൺസ് ചെയ്യുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപാണ്. എന്തൊരു ലോകം! ഒരു ആധുനിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതിനൊത്തൊരു പാരലൽസേ ഇല്ല. ഇതിന് ലോകചരിത്രത്തിൽ ഇതിന് മുൻപ് ട്രംപിനെ പോലെ ഒരാളില്ല. ഇപ്പോൾ പറയുന്നു മുജ്തബ ഖൊമേനിയുമായി താൻ കാണാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹവുമായി നേരിട്ട് കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത് മോഹമാണ്. ട്രംപ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ടെലിവിഷൻ ഓഫീസിലല്ല, ഏതെങ്കിലും ചാനലിൻ്റെ, അദ്ദേഹം ഒരു ടെലിവിഷൻ താരം കൂടി ആയിരുന്നല്ലോ, ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ടോക്ക് ഷോ, അതിന് താരം കൂടി. ആ മനോഭാവത്തിൽ നിന്ന് മാറണം. ഹി ഈസ് സിറ്റിംഗ് ഇൻ വൈറ്റ് ഹൗസ്, ഓവൽ ഓഫീസിലിരിക്കുകയാണ്. പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് കസേരയിൽ ഇരുന്നു കൊണ്ട് വിടുക പറയുന്നതിനൊരു പരിധിയില്ലേ? ഇറാൻ ഒന്നും പറയുന്നില്ലല്ലോ. ഇറാൻ എന്ത് സറ്റിലായിട്ടാണ് അല്ലെങ്കിൽ എത്ര സോബറായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇറാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല തങ്ങൾ കരാർ ഒപ്പിടാൻ സന്നദ്ധമാണെന്ന്. ഇറാൻ അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ തങ്ങൾ പരിഗണിക്കും എന്ന രീതിയിലാണ്. വളരെ വളരെ ഡിപ്ലോമാറ്റിക്കായി മാത്രമാണ് ഇറാൻ കഠിനമായ പ്രസ്താവന നടത്തുന്നതെല്ലാം തന്നെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ തങ്ങൾ ഉഗ്രമായ പ്രത്യാക്രമണം നടത്തും എന്ന് പറയുന്നു. ചിലതൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിടുവാ പറയുന്നത് മുഴുവൻ നാളെ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയുന്നത് മുഴുവൻ തന്നെ ട്രംപാണ്. സമാനമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഈ വാചകസത്രത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി ഒരക്ഷരമുണ്ടെന്നില്ല. നോക്കൂ, അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടോ? 28-ാം തീയതി അമേരിക്ക ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷം, ഫെബ്രുവരി 28, അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് മുജ്തബ ഖൊമേനിയുടേതായി ഇറാനിയൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ പുറത്തുവിട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വരുന്നുണ്ട്, പക്ഷേ അത് എന്നെടുത്തതാണ് എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ താവളം എവിടെയാണ്? അദ്ദേഹം ആർക്കാണ് ഉത്തരവ് കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഉത്തരവ് നേരിട്ട് സ്വീകരിക്കുന്നത് ആരാണ്? IRGCയുടെ ചീഫാണോ അതോ വേറെ എന്തെങ്കിലും സംവിധാനമാണോ? ഇറാൻ്റെ ആഭ്യന്തര ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അമേരിക്കയ്ക്ക് ഇപ്പോഴൊരു ചുക്കുമറിയില്ലെന്നുള്ളതാണ് വാസ്തവം.
ഇറാൻ്റെ ഉള്ളിൽ ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇത്രയും ശക്തമായ അമേരിക്കൻ സേനാ വിന്യാസത്തിനെതിരെ ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ 3 മാസം കഴിഞ്ഞിട്ടും യുദ്ധം തുടരുന്നു, അല്ലെങ്കിൽ സംഘർഷം തുടരുന്നു. ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്, ജനം വല്ലാതെ ബുദ്ധിമുട്ടുന്നു, അത് ശരിയാണ്. ഇറാനിയൻ ഗവൺമെൻറ് അത്ര ദിവ്യന്മാരൊന്നുമല്ല. നേതൃത്വം കൊടുക്കുന്ന മതഘടനകളും കാര്യങ്ങളും ഒന്നും അവരെയൊന്നും ആ രീതിയിൽ ന്യായീകരിക്കാനും ഒക്കെ ഇല്ല. പൂർണ്ണമായ ജനാധിപത്യം ഉണ്ടെന്ന് ഒരിക്കലും പറയാനാവില്ല. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോലും ഒരുതരം സ്റ്റേജ് മാനേജ്ഡാണ്. പരമോന്നത നേതാവ് തീരുമാനിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ വേണോ വേണ്ടോ എന്ന് മാത്രമേ ജനത്തിന് തീരുമാനിക്കാനാവൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഒരു ഹാർഡ് ലൈൻ ലീഡർഷിപ്പ് അല്ല അവിടെ അധികാരത്തിൽ എന്നുകൂടി ഓർക്കണം. ഹാർഡ് ലൈനേഴ്സിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നത് കുറച്ച് മയമുള്ള മസൂദ് പെസഷ്കിയാനെ പോലെ ഒരാളെയാണ്. പക്ഷെ പെസഷ്കിയാനൊന്നും ഒരു റോളുമില്ല. ഇപ്പോഴും ഫലത്തിൽ പറഞ്ഞാൽ IRGC നയിക്കുന്ന ഘടനകൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നയിക്കുന്ന ഘടനകൾ, അതിന് തലപ്പത്ത് ഒരു ഫിഗർ ഹെഡ് എന്ന നിലയിൽ മുജ്തബ ഖുമൈനി ഇരിക്കുന്നു എന്ന് ചിന്തിക്കാനാണ് പൊതുവെ ആളുകൾ, ഇതിന് പുറത്ത് നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നവർ താല്പര്യപ്പെടുന്നത്. കാരണം അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ അമേരിക്ക ഇപ്പോൾ പറയുന്നു കൊല്ലണമെന്ന് പറയുന്നത്. ഇപ്പം മുജ്തബയെ കൊല്ലണം. ഇപ്പം മുജ്തബയുടെ പിതാവ് അയത്തുള്ള അലി ഖുമൈനിയെ കൊന്നു കളഞ്ഞല്ലോ. അപ്പോൾ മുജ്തബയോട് ഇപ്പോൾ സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നതിനൊരു ഇപ്പോൾ ഇതൊരു കോമാളി വേഷം കെട്ടുകയല്ലേ? പ്രശ്നപരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ്? ദീസ് ആർ ദ പോസിറ്റീവ് ഇനിഷ്യേറ്റീവ്സ് അമേരിക്ക ഈസ് ടേക്കിംഗ്. നിങ്ങൾക്ക് കടമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആസ്തികളുടെ ഒരു ഭാഗം ഞങ്ങൾ മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ന കൺസെഷൻസ് തരാം, പകരം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. അതൊന്നുമല്ലാതെ ഇതൊക്കെ ഡയഗ്രസ് ചെയ്തുകൊണ്ട് മുജ്തബ ഖുമൈനിയോട് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇറാനിയൻ ജനത വലിയ സംസ്കാരത്തിൻ്റെ ഒരു നിമിഷം പറയുകയാണ്, ഇറാനിയൻ സംസ്കാരത്തെ വേരോടെ പിഴുതെറിയുമെന്ന് ഒരു നിമിഷം പറയുന്നു. അടുത്ത നിമിഷം പറയുകയാണ് ഇറാനിയൻ സംസ്കാരം വളരെയധികം പൈതൃകമുറങ്ങുന്ന ഒരു സംസ്കാരമാണ്, ചരിത്രമുറങ്ങുന്ന ഒരു ജനതയാണ്. ഒരു ശ്വാസത്തിൽ ഇതൊക്കെ രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തൊടാതെ വിഴുങ്ങാനാവില്ല. അതുകൊണ്ടാണ് ട്രംപ് തൻ്റെ പ്രസ്താവനാ സാഹിത്യം ഉപേക്ഷിച്ചാൽ തന്നെ പകുതി പ്രശ്നപരിഹാരം ഉണ്ടാവും. ദർ വിൽ ബി ക്ലാരിറ്റി. എപ്പോഴെല്ലാം ക്ലാരിറ്റി ഉണ്ടാകും, ലോകം മുഴുവൻ ആകാംക്ഷാപൂർവ്വം ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ക്ലാരിറ്റി തകർത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ദർ ആർ പീപ്പിൾ മേക്കിംഗ് ഗെയിൻസ്. ട്രംപിൻ്റെ പ്രസ്താവന ഇൻസൈഡേഴ്സ് അറിയുന്നവർ അതനുസരിച്ച് ഓഹരി വിപണികളിൽ നേട്ടം കൊയ്യുകയും ലാഭം ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, വിശദമായ അന്വേഷണം നാളുകളിൽ അമേരിക്കയ്ക്കുള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ കുംഭകോണം ഇതാകാനാണ് സാധ്യത. നാളുകൾ അന്വേഷണം വരുമ്പോൾ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ വളരെ ജുഗുപ്സാവഹമായ കഥകൾ പുറത്തു വന്നാൽ, ടംബ്ലിംഗ് സ്കെലിറ്റൺ ഔട്ട് ടു ദ കബോർഡ്, ഈ രൂപത്തിൽ വന്നാൽ അമേരിക്ക കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണമായി അത് മാറാനും സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണോ ഈ മാറ്റിമറിച്ചുമുള്ള ട്രംപിൻ്റെ പറച്ചിലുകൾ? ഖൊമൈനിയെ പുകഴ്ത്തിക്കൊണ്ടും മുജ്തബയെ കാണണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിലും അതാണോ? ഇപ്പോൾ ഒപ്പിടും എന്ന ധാരണയുണ്ടാക്കുന്നതും ഇല്ല ഇപ്പോഴില്ല എന്ന് അടുത്ത ദിവസം പറയുന്നതും, ഇത് തമ്മിലുള്ള ഇടവേളയിൽ ആരെല്ലാം പണമുണ്ടാക്കുന്നു എന്നതും വളരെ ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.